Hello everyone. So welcome to Mallu's IAS. ഇന്ന് നമ്മൾ എത്തിക്സിലെ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ തേർഡ് മൊഡ്യൂളിനെ തന്നെ നമ്മൾ രണ്ട് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ടോപ്പിക്കാണ് അപ്രോച്ചസ് ടു എത്തിക്സ് ഓർ ടൈപ്സ് ഓഫ് എത്തിക്സ്. രണ്ടാമത്തെ ടോപ്പിക്കാണ് വേർ ഡസ് ദ എത്തിക്സ് കംസ് ഫ്രം ഓർ ദ സോഴ്സസ് ഓഫ് എത്തിക്സ്. സോ ഈ രണ്ട് പാർട്ടും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ പറ്റില്ല, കാരണം അത് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ പാർട്ട് 1 നമ്മൾ അപ്രോച്ചസ് ടു എത്തിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പാർട്ട് 2 നമ്മൾ വേർ ഡസ് ദ എത്തിക്സ് കംസ് ഫ്രം എന്നതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ പാർട്ട് 2 ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ പാർട്ട് 1. സോ അപ്രോച്ചസ് ടു എത്തിക്സ് ഓർ ടൈപ്സ് ഓഫ് എത്തിക്സ്. ദാറ്റ് മീൻസ് എത്തിക്സിന് പല പല പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കാണുന്ന ഒരവസ്ഥ. ഇനി ജസ്റ്റ് ഒന്ന് പാർട്ട് 2നെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരുവാണെങ്കിൽ, where does the ethics comes from or sources of ethics? That is a simple question regarding the sources of ethics. Okay, so these two parts are very important. എന്താണെന്നറിയോ? Because classification and categorization of ethics and the sources of ethics are always asked by UPSC. സോ യു പി എസ് സിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഈ ഭാഗം. സോ അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായിട്ട് ഓർമ്മയോടെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്രോച്ചസ് ടു എത്തിക്സ് ഓർ ടൈപ്സ് ഓഫ് എത്തിക്സ്. സോ ദർ ആർ 4 types of ethics. That is, first one is meta ethics, normative ethics, and applied ethics, and the last one is descriptive ethics. So here we are specially focusing on 2 types of ethics, that is meta ethics and normative ethics. At the same time we are dealing with applied ethics and descriptive ethics. Okay, so 4 types of ethics or 4 approaches to ethics are showing here. So the first one is meta ethics. Let's discuss about meta ethics. So meta ethics deals with the nature of moral judgments, origin and meaning of ethical principles. എന്താണ്? Meta ethics deals with the nature of moral judgments, origin and meaning of ethical principles. So ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് moral judgments, what is the nature of it, അതിൻ്റെ ആരംഭം അല്ലെങ്കിൽ തുടക്കം എവിടെ നിന്നാണ് എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവയുടെ ഒക്കെ മീനിങ് എന്താണ്? മോറൽ പ്രിൻസിപ്പിൾസിൻ്റെയും എത്തിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെയും ഒക്കെ മീനിങ് അല്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, മെറ്റാ എത്തിക്സ് എന്ന് പറയുന്നതിൽ ഉള്ള മെറ്റ, ആ വേർഡ് അത് എവിടെ നിന്നാണ് വരുന്നത്? ദാറ്റ് ഈസ് ലാറ്റിൻ വേർഡ്. ദാറ്റ് ഈസ് എ ലാറ്റിൻ വേർഡ്, ലാറ്റിൻ ഒറിജിൻ ആണ്. സോ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബിയോണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ബിയോണ്ട് എത്തിക്സ്, ബിയോണ്ട് അവർ വിഷൻസ്, മെറ്റാഫിസിക്സ്, ബിയോണ്ട് ദ ഫിസിക്സ്, അതായത് ഒരു ഇറ്റേണൽ ആട്രിബ്യൂട്ട് എത്തിക്സിന് കൊടുത്തിരിക്കുകയാണ് ഇവിടെ. സോ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, എത്തിക്സിൻ്റെ ഒറിജിൻ, അതിൻ്റെ ജഡ്ജ്മെൻറ്റ്സ്, അതിൻ്റെ മോറൽ പ്രിൻസിപ്പിൾ, ഇതൊന്നും ഈ ഭൂമിയിൽ ഉണ്ടായതല്ല എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. ബട്ട് ഇറ്റ് കംസ് ഫ്രം ദ ബിയോണ്ട്. മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എത്തിക്സ് കൺസെപ്റ്റിനെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫി അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫ് മോറൽ ഫിലോസഫിയാണ് മെറ്റാ എത്തിക്സ് എന്ന് പറയുന്നത്. So definition of meta ethics is, it described as a study of the origin and meaning of ethical concepts. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ എത്തിക്കൽ കൺസെപ്റ്റിൻ്റെ ഇറ്റേണൽ മീനിങ്, അതിനൊരു ഹ്യൂമൻ ഒറിജിൻ ആണോ അതോ ഇറ്റേണൽ ഒറിജിൻ ആണോ, അതായത് ഒരു ഗോഡ്ലി അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഒറിജിൻ ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സപ്പോസ് ബ്യൂട്ടി അല്ലെങ്കിൽ ജെന്റിൽനെസ്. സോ നിങ്ങളിലും ജെന്റിൽനെസ് ഉണ്ട്, എനിക്കും ഉണ്ട് ജെന്റിൽനെസ്. സോ എനിക്കുള്ള ജെന്റിൽനെസ് ആയിരിക്കില്ല നിങ്ങൾക്കുള്ള ജെന്റിൽനെസ് എന്ന് പറയുന്നത്. രണ്ടും രണ്ട് വിധമായിരിക്കും. ദാറ്റ് ഈസ് വിസിബിൾ ബൈ അവർ പേഴ്സണാലിറ്റി, അല്ലേ? സോ വേറാസ് ദ പ്രോപ്പർ ഫോം ജെന്റിൽനെസ്, ദ മോറൽ കൺസെപ്റ്റ് വിച്ച് ഇസ് കോൾഡ് ജെന്റിൽനെസ് കംസ് ഫ്രം വേർ? ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് ബീങ് ആൻസേർഡ് ബൈ മെറ്റാ എത്തിക്സ്. So meta ethics examines the nature of ethical properties, statements, attitudes and judgments. എന്താണ് പറഞ്ഞത്? ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മെറ്റാ എത്തിക്സ് എക്സാമിൻസ് ദ നേച്ചർ ഓഫ് എത്തിക്കൽ പ്രോപ്പർട്ടീസ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ്. സോ നേച്ചർ ഓഫ് എത്തിക്കൽ പ്രോപ്പർട്ടീസ്, വാട്ട് ഡസ് ദാറ്റ് മീൻ? റൈറ്റ് എന്താണ്, റോങ് എന്താണ്, അത് എവിടെ നിന്നാണ് ഉണ്ടായത്? ഭൂമിയിലെ ഒറിജിൻ ആണോ അതോ ഇറ്റേണൽ യൂണിവേഴ്സൽ ഒറിജിൻ ആണോ? ആ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ലാംഗ്വേജ് എന്താണ്, നേച്ചർ എന്താണ്,
ആറ്റിറ്റ്യൂഡ് ആൻഡ് ജഡ്ജ്മെന്റ്സ് ഇതിന്റെ ഒറിജിൻ എവിടെയാണ്? എങ്ങനെയാണ് നമുക്കൊരു മോറൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നത്? അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ് മെറ്റാ എത്തിക്സ്. ഓക്കെ, സോ മെറ്റാ എത്തിക്സ് ഡീൽസ് വിത്ത് two issues, and the two issues are metaphysical issues and psychological issues. So what is metaphysical issues? Metaphysical issues concerning whether morality exists independently of humans. എന്താണ്? Metaphysical issues concerning whether morality exists independently of humans. അതായത് ഇത് ബിയോണ്ട് ഫിസിക്കൽ ആണെന്നാണ് പറയുന്നത്. It has some eternal or universal moral principles. For example, God, righteousness, justice. ഇതൊക്കെ ഇറ്റേണൽ ആണ്. അമേരിക്കയിലുണ്ടാകും, ആഫ്രിക്കയിലുണ്ടാകും, ഉഗാണ്ടയിലുണ്ടാകും. മരണത്തിലുണ്ടാകും, ജീവിതത്തിലുണ്ടാകും, ആദ്യത്തിലുണ്ടാകും, അവസാനത്തിലും ഉണ്ടാകും. സോ ഞാൻ ജസ്റ്റിസ് ആണെങ്കിൽ ആ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് comes from somewhere else. That which comes from the metaphysical world, that which comes from the beyond. സോ അത്തരം കാര്യങ്ങളാണ് മെറ്റാ എത്തിക്സ് ഡീൽ ചെയ്യുന്ന ഒരു ഇഷ്യൂ. ഇനി മെറ്റാ എത്തിക്സ് ഡീൽ ചെയ്യുന്ന രണ്ടാമത്തെ ഇഷ്യൂ ആണ് സൈക്കോളജിക്കൽ ഇഷ്യൂ. സോ വാട്ട് ഈസ് സൈക്കോളജിക്കൽ ഇഷ്യൂ? Psychological issue concerning the underlying mental basis of our moral judgments. Psychological issue concerning the underlying mental basis of our moral judgments. അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള മെൻ്റലി, ഫിസിക്കലി, സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? സോ നമ്മുടെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ മൈൻഡിൻ്റെ സൈക്കോളജി ട്രേസ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും there is no clear cut definition for psychology or what is the study of psychology. So the perspective of psychology is keep changing. സൈക്കോളജീൻ്റെ പെർസ്പെക്റ്റീവ്സ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? ബട്ട് the concept of soul or concept of mind is being employed in this. It says that ഈ മൈൻഡിനെ മോറൽ ജഡ്ജ്മെൻറ്റ് എടുക്കാൻ ലീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ആ മെൻ്റൽ പ്രിൻസിപ്പിൾസ്, ആ മെൻ്റൽ ബേസിസ്, ആ പോയിൻറ്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ആ പ്രിൻസിപ്പിൾ നമ്മുടെ മോറൽ ജഡ്ജ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കും എന്നതാണ് നമ്മൾ ഈ സൈക്കോളജിക്കൽ ഇഷ്യൂയിലൂടെ കാണുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് എത്തിക്സ് ആണ് നോർമാറ്റീവ് എത്തിക്സ്. It is a type of ethics concerned with the content of moral judgments and the criteria of what is right and wrong. It is a type of ethics concerned with the content of moral judgments and criteria of what is right and wrong. ഇതിൽ വേറൊരു വാക്ക് കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ട്, പ്രിസ്ക്രിപ്റ്റീവ് എത്തിക്സ്. We need to prescribe how to live in a society, prescribing what is good and what is bad in your conduct, prescribing what is rightful or what is wrongful in your actions towards your fellow human beings. നിങ്ങൾ നിങ്ങളുടെ സുഖത്തിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ട അല്ലെങ്കിൽ പെരുമാറേണ്ട, മോറലി കണ്ടക്ട് ചെയ്യേണ്ട വിധം പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ബ്രാഞ്ച് ഓഫ് എത്തിക്സ് ആണ് നോർമാറ്റീവ് എത്തിക്സ്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫിക്കൽ എത്തിക്സ് that investigates the set of questions that causes when considering law one ought to cut. അതായത് നമ്മൾ എങ്ങനെ ഒരു സമൂഹത്തിൽ ജീവിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്ന ബ്രാഞ്ച് ഓഫ് എത്തിക്സ്. ഒരു ഫാമിലിയിൽ എങ്ങനെ ജീവിക്കണം, ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, സമൂഹത്തിൽ ഫെയിലർ ഇല്ലാതെ ജീവിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ബ്രാഞ്ച് ഓഫ് എത്തിക്സ് ആണ് ഏത് എത്തിക്സ്? നോർമാറ്റീവ് എത്തിക്സ്. So, third type of ethics ആണ് applied ethics. It looks up to controversial topics like war, capital punishment, etc. So, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ലൈക്ക് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ്, അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ വാർ, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് ദ പ്രഗ്നൻസി. സോ ഇതൊക്കെ മോറലി ഡെലിക്കേറ്റ് ആയിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ആണ്. ഇങ്ങനെയുള്ള വാസ്റ്റ് ടോപ്പിക്സ് നമ്മൾ സ്ലോലി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ഓക്കെ, സോ വാട്ട് ഈസ് അപ്ലൈഡ് എത്തിക്സ്? ഇറ്റ് ലുക്സ് അപ് ടു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ലൈക്ക് വാർ, capital punishment, etc. It will help us to use knowledge of moral principle to present dilemmas. അതായത് ചിലപ്പോൾ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ പാടില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകും
അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു, അതിൻ്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി. സോ ആ പ്രഗ്നൻസി അബോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു എത്തിക്കലായിട്ടുള്ള ഡിലേമ നമുക്കുണ്ടാകും. സോ ഇങ്ങനെയുള്ള ഡിലേമാസ് എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക? സോ അതിനെ പറ്റിയാണ് നമ്മൾ ഈ അപ്ലൈഡ് എത്തിക്സിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഈ അപ്ലൈഡ് എത്തിക്സ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയുള്ള ഡിലേമാസ് ഡീൽ ചെയ്യാൻ പറ്റും. അതായത് ആ സിറ്റുവേഷനിൽ ആ സ്ത്രീയുടെ റൈറ്റിനും ആ ചൈൽഡിൻ്റെ റൈറ്റിനും കോട്ടം തട്ടാതെ എങ്ങനെ കൊണ്ടുപോകാം എന്നാണ് നമ്മളിവിടെ കാണുക. സോ റിയൽ സിറ്റുവേഷനിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന എത്തിക്സ് ആണ് എന്ത്? അപ്ലൈഡ് എത്തിക്സ്. ഇതിനെക്കുറിച്ച് നമ്മൾ അപ്കമിങ് വീഡിയോസിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും കോൺക്രീറ്റ് ആയിട്ടും പ്രതിപാദിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് UPSCക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഏരിയ ആണ് ഈ അപ്ലൈഡ് എത്തിക്സ് എന്ന് പറയുന്നത്. സോ കേസ് സ്റ്റഡീസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ സ്പെസിഫിക്കലി വി വിൽ ഡീൽ അബൌട്ട് ദിസ് ഇൻ ഫ്യൂച്ചർ ക്ലാസ്സസ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു philosophers, there are two characteristics which are necessary for an issue to be considered as an applied ethical issue characteristics. അതായത് അപ്ലൈഡ് എത്തിക്കൽ ഇഷ്യൂവിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, രണ്ട് സ്വഭാവങ്ങളുണ്ട്. ഈ രണ്ട് സ്വഭാവങ്ങളും വെച്ചിട്ട് ഈ ഒരു ഇഷ്യൂ ഒരു അപ്ലൈഡ് എത്തിക്കൽ ഇഷ്യൂ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ എന്താണ് ആ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, the issue needs to be controversial in the sense that there are significant groups of people both for and against the issue at hand. അതായത് ഒരു ഇഷ്യൂ അത് നമുക്ക് മുന്നിലുള്ള ഒരു എത്തിക്കൽ ഡിലേമ, ആ ഡിലേമ കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ടു ഹാവ് ബോത്ത് സപ്പോർട്ടേഴ്സ് ആൻഡ് ഓപ്പോസേഴ്സ്. അഥവാ ഒരു ഇഷ്യൂ അതിനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ആളുകളുള്ളൂ, അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ മാത്രമേ ആളുകളുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളൊരു ഇഷ്യൂ എന്തായിരിക്കില്ല? കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആകുന്നില്ല. മറിച്ച് അതിനെ എതിർക്കുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായാൽ മാത്രമേ ആ ഒരു ഇഷ്യൂ എന്താവുന്നുള്ളൂ? ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആയിട്ട് മാറുന്നുള്ളൂ. സോ കോൺട്രവേഴ്സി ഇല്ലാത്ത ഒന്നും അപ്ലൈഡ് എത്തിക്സിന്റെ ഭാഗം ആകുന്നില്ല. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ EIA, എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, അതൊരു ഡ്രാഫ്റ്റ് പോളിസിയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ. അതിനെ എതിർക്കുന്നവരും ഉണ്ട്, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. സോ ദാറ്റ് ഈസ് എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ അല്ലേ? സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എൻവിറോൺമെന്റൽ എത്തിക്സ് ഇൻ അപ്ലൈഡ് എത്തിക്സ്. അപ്ലൈഡ് എത്തിക്സിൽ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ എൻവിറോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്. അതിലുള്ള ഒരു പാർട്ടാണ് ഈ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ. ഓക്കെ, അതേസമയം ഗിവ് ഫുഡ് ടു ദി നീഡി, യൂണിവേഴ്സൽ ബേസിക് ഇൻകം, അതിനെ എതിർക്കുന്നവർ ഇല്ല, അതായത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് എ പാർട്ട് ഓഫ് അപ്ലൈഡ് എത്തിക്സ്, കാരണം അതൊരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് അല്ല. അതേപോലെ എൻവയോൺമെന്റ് എത്തിക്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇനി അടുത്തത് മിലിറ്ററി എത്തിക്സ്, മെഡിക്കൽ എത്തിക്സ്, കൺസ്യൂമർ എത്തിക്സ്, ഇതൊക്കെ അപ്ലൈഡ് എത്തിക്സിന് എക്സാമ്പിൾ ആണ്. കാരണം ഇതിലൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക് ഇൻവോൾവ് ആവുന്നുണ്ട്. സോ പോയിന്റ് നമ്പർ 2, the issue must be distinctively moral issue and not just a social controversy. എന്താ പറഞ്ഞത്? The issue must be distinctively moral issue and not just a social controversy. അതായത് നമ്മൾ റേസ് ചെയ്യുന്ന ഇഷ്യൂസ് അത് മോറൽ ഇഷ്യൂസ് ആയിരിക്കണം, അല്ലാതെ സോഷ്യൽ ഇഷ്യൂസ് ആവാൻ പാടില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോവർട്ടി, അൺഎഡ്യൂക്കേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ദീസ് ആർ ജസ്റ്റ് സോഷ്യൽ ഇഷ്യൂസ്. ബട്ട് എത്തിക്കൽ ഇഷ്യൂസ് ആർ നോട്ട് ജസ്റ്റ് സോഷ്യൽ ഇഷ്യൂസ്. ഇറ്റ് ഹാസ് ആൻ എത്തിക്കൽ ഗ്രാവിറ്റി ഓൺ ടു ദ മാറ്റർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മോറൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ലൈഫ്, സൂയിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു മോറൽ ഇഷ്യൂ. ദാറ്റ്സ് നോട്ട് എ സോഷ്യൽ ഇഷ്യൂ അല്ലേ? ഇപ്പോൾ പറയുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് എക്സ്പ്രഷൻ, ആർട്ടിക്കിൾ 19. ദീസ് ആർ മൈ റൈറ്റ്സ് അല്ലേ? ആൻഡ് ഡസ് ദിസ് റൈറ്റ് ഓഫ് ഡൈയിങ് or suiciding is given to me or not? Can I take a decision to die if I don't want to live? ഇങ്ങനെയുള്ള മോറൽ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മുടെ എത്തിക്സ് ഡീൽ ചെയ്യുന്നത്. സോ അപ്ലൈഡ് എത്തിക്സിലെ മോറൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ഇത്തരം ഇഷ്യൂസിനെയാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ പാർട്ട് 1 അതായത് അപ്രോച്ചസ് ടു എത്തിക്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തെ ടോപ്പിക്കാണ്, അതായത് ടൈപ്സ് ഓഫ് എത്തിക്സിൽ 4ാമത്തെ ടൈപ്പ് ഓഫ് എത്തിക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ മൂവിങ് ഓൺ ടു ദ ഡെഫിനിഷൻ, ഐ വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് മീൻസ്.
So in a society, there are some rules and regulations that we have to follow. അല്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് ജീവിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ നാഗാലാൻഡിലുള്ള ദീമാപൂർ എന്ന ജില്ലയിലാണ് ജീവിക്കുന്നതെന്ന് വിചാരിക്കുക. സോ അവിടെ ജീവിക്കുന്ന രീതി ആയിരിക്കില്ല ഞാൻ ഇവിടെ ജീവിക്കുക. അല്ലേ? സോ ദ ടു സൊസൈറ്റീസ് ആർ ഡിഫറെൻറ്റ്. സോ അവിടുത്തെ സൊസൈറ്റി പാലിക്കേണ്ട നിയമങ്ങളല്ല ഇവിടെ ജീവിക്കുന്ന എനിക്ക് നൽകിയിട്ടുള്ളത്. അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന എനിക്ക് അവിടെ പോകുമ്പോൾ ഉള്ള ഇവിടെ ജീവിക്കുന്ന രീതി ആയിരിക്കില്ല ഞാൻ അവിടെ പോകുമ്പോൾ ജീവിക്കേണ്ടി വരാം. അല്ലേ? സോ ഓരോ സൊസൈറ്റിയും നമുക്ക് തരുന്ന ഒരു മോറൽ എത്തിക്കൽ കോഡുണ്ട്. അത്തരം കോഡുകളെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അത്തരം കോഡുകളെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന എത്തിക്കൽ ബ്രാഞ്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ്. സോ നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി ഡെഫിനിഷൻ. It is concerned with determining what is considered as wrong and right by the society in a particular place. എന്താണ്? It is concerned with determining what is considered as wrong and right by the society in a particular place. It can be set as historical study of ethical principles of the area. അതായത് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്ന് സൊസൈറ്റി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ്സിനെയും റോങ്ങിനെയും കുറിച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് എത്തിക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ്. മനസ്സിലായില്ലേ? സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കും ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ്. അതായത് നമ്മളുടെ അപ്രോച്ചസ് ടു എത്തിക്സ് ആണ് നമ്മളുടെ പാർട്ട് 1 പോർഷൻ ഓഫ് ദ തേർഡ് മൊഡ്യൂൾ. സോ അതിലെ 4ാമത്തെ ടോപ്പിക്കും കഴിഞ്ഞു. സോ ഇതിൽ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാം. കാരണം ഞങ്ങളുടെ ഇപ്പം ഈ വീഡിയോസിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. ഞങ്ങൾക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. സോ താങ്ക് യു ആൻഡ് ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.